മാത്യു കുഴൽനാടൻ ആളൊരു പ്രതിഭയാണ്. വെറും പ്രതിഭയല്ല, അഭിഭാഷക സമൂഹത്തെ അസൂയപ്പെടുത്തുന്ന അസാമാന്യ പ്രതിഭ. കക്ഷികളുടെ കാശ് വിടുങ്ങാൻ അവരെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുഴിയിൽ ചാടിക്കുന്ന ചില വക്കീലന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇതങ്ങനെയല്ല. ഇവിടെ ഇതാ ഒരു വക്കീൽ സ്വയം ഉണ്ടാക്കിയ നുണ സത്യമാണെന്ന് തെളിയിക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി നിരന്തരമായി കേസ് തോൽക്കുകയാണ്. അസാമാന്യ പ്രതിഭയെന്നല്ലാതെ മറ്റെന്ത് വിശേഷണമാണ് അദ്ദേഹത്തിന് ചേരുക? ആ പ്രതിഭ കുഴിയിൽ ചാടിയ നാൾവഴികളിലൂടെ നമുക്കുമൊന്ന് സഞ്ചരിച്ചാലോ? വീണ തൈക്കണ്ടിയിലിന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനി ശശിധരൻ കർത്തായുടെ CMRLുമായി ഒരു സേവന കരാറുണ്ടാക്കി. ആ കരാറിന്റെ ഭാഗമായി CMRL എക്സാലോജിക്കിന് പ്രതിമാസം 5 ലക്ഷം രൂപയും വീണ തൈക്കണ്ടിയിലിന് പ്രതിമാസം 3 ലക്ഷം രൂപയും ബാങ്ക് അക്കൗണ്ട് വഴി കൈമാറി. ആകെ കൈമാറിയത് 1,70 ലക്ഷം രൂപ. വീണ തൈക്കണ്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ്. ഇത്രയും വസ്തുത. ഇതിന്മേൽ ഒരു അഴിമതി ആരോപണം മെനയാൻ സാക്ഷാൽ മാത്യു കുഴൽനാടൻ തറ്റും താറുമെടുത്തു. അങ്കക്കലി പൂണ്ടുപോയാൽ പിടിച്ചാൽ കിട്ടാത്ത ഇനമാണ് കുഴൽനാടൻ. മുഖ്യമന്ത്രി എന്ന നിലയിൽ CMRLന് പിണറായി വിജയൻ നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ പ്രതിഫലമായി കൊടുത്തതാണ് ഈ 1,70 ലക്ഷം രൂപയെന്ന് കുഴൽനാടൻ ഒരു കഥയുണ്ടാക്കി. ആ കഥ പത്രസമ്മേളനത്തിലും പൊതുയോഗങ്ങളിലുമൊക്കെ ആവോളം വിളമ്പുകയും ചെയ്തു. എന്നിട്ട് നേരെ പോയി കൂടണയുകയല്ല കുഴൽനാടൻ ചെയ്തത്. താൻ ഉണ്ടാക്കിയ കഥയുടെ മേൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ തന്നെ കുഴൽനാടൻ സമീപിച്ചു. ഈ പത്രസമ്മേളനത്തിലും പൊതുയോഗത്തിലും ഇല്ലാത്തൊരു പ്രതിസന്ധി കോടതിയിലുണ്ട്. അവിടെ ആരോപണം വെറുതെ ഉന്നയിച്ചാൽ പോരാ, അത് തെളിയിക്കുകയും വേണം. തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആരോപണം ഉന്നയിക്കുന്ന ആളിനാണ്. ബർഡൻ ഓഫ് പ്രൂഫ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക. ആരും പേടിക്കണ്ട, ഇതെല്ലാം ഇപ്പോൾ തെളിയിക്കും എന്ന് കുഴൽനാടൻ പത്രസമ്മേളനങ്ങളിൽ മസിൽ പെരിപ്പിക്കുകയും ചെയ്തു. അതോടെ പിണറായി വിജയന്റെ ആപ്പീസ് പൂട്ടിയെന്ന് KM ഷാജി മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ മനപ്പായസമുണ്ട്. പക്ഷെ പിന്നീട് നടന്നത് വേറെയാണ്. കുഴൽനാടൻ ആദ്യം സമീപിച്ച കോടതി കുഴൽനാടനെ പുറംകാലിന് തൊഴിച്ചു. ഡയലോഗടി മാത്രമേ ഉള്ളൂ, ആരോപണം സാധൂകരിക്കാൻ തെളിവൊന്നുമില്ല എന്നും പറഞ്ഞ് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജഡ്ജി കുഴൽനാടന്റെ ഹർജി ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. പക്ഷെ കുഴൽനാടൻ നിരാശനായില്ല. ഹൈക്കോടതി ഉണ്ടല്ലോ എന്ന് ആരാധകരും സമാധാനിച്ചു. പക്ഷെ ഹൈക്കോടതിയിലും വിധി മറ്റൊന്നായില്ല. ഹർജി തള്ളി. വീരശൂര അഭിഭാഷക പരാക്രമിയെന്നും കോടിക്കണക്കിന് രൂപ വരുമാനമായി വന്നുമറിയുന്ന വക്കീലാപ്പീസ് സ്വന്തമായി ഉണ്ടെന്നുമൊക്കെ കുഴൽനാടന് സ്തുതിഗീതങ്ങൾ എഴുതിയവർ എമ്പുരാൻ വഴി മോഹൻലാൽ മുരളിഗോപി ടീമിൽ നിന്ന് പണി കിട്ടിയ സംഘികളെ പോലെ തരിച്ചിരിക്കുകയാണ്. കുഴൽനാടന്റേത് വെറും ഗ്യാസും ഗീർവാണവുമായിരുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അഴിമതി ആരോപണം ഉന്നയിച്ചാൽ പോരെ ഗൈസ്, സാധൂകരിക്കാൻ തെളിവുകളും കയ്യിലുണ്ടാകണം. കുഴൽനാടന്റെ കൈവശം ഒരു ഉണ്ടയും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRLന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു എന്നായിരുന്നല്ലോ കുഴൽനാടന്റെ ആരോപണം. അതെങ്ങനെ വെറുതെ പറഞ്ഞാൽ മതിയോ? എന്തൊക്കെ സഹായങ്ങൾ, എന്ന്, എപ്പോൾ, എങ്ങനെ ചെയ്തു കൊടുത്തു എന്നൊക്കെ കോടതിയിൽ തെളിയിക്കണം. അതിനുള്ള രേഖകളും ഹാജരാക്കണം. മെനക്കെട്ട പണിയാണ്. തെളിവുകൾ പരിശോധിച്ചാണല്ലോ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രഥമദൃഷ്ടിയായെങ്കിലും കഴമ്പുണ്ടോ എന്ന് ജഡ്ജി വിലയിരുത്തേണ്ടത്. പത്രസമ്മേളനത്തിൽ ഈ പ്രതിസന്ധിയില്ല. വെറുതെ പറഞ്ഞാൽ മതി. ലൈവ് ടെലികാസ്റ്റും 9 മണി ചർച്ചയും 1-ാം പേജിൽ വെണ്ടക്കയും കിട്ടും. പക്ഷെ കോടതിയിൽ അത് പോരാ. നമുക്ക് ആ ആരോപണങ്ങൾ ഒന്നൊന്നായി നോക്കാം. ഒന്നാമത്തെ ആരോപണം എന്തായിരുന്നു? കോടതി വിധിയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കാം. പാരഗ്രാഫ് 3.4. A man-made flood disaster was created in 2018 to help KREML and CMRL. 2018 KREML CMRL കമ്പനികളെ സഹായിക്കാൻ വേണ്ടി മനുഷ്യനിർമ്മിത പ്രളയം ഉണ്ടാക്കി. ഇതാണ് ആരോപണം. കുഴൽനാടന്റെ ആകെ മൊത്തം സംസ്കാരം ഈ ഒറ്റ വരിയിലുണ്ട്. പക്ഷേ നമ്മുടെ വിഷയം ഇപ്പോൾ കുഴൽനാടന്റെ സംസ്കാരമല്ല, അദ്ദേഹത്തിന്റെ ആരോപണമാണ്. ഈ പറഞ്ഞ ആരോപണം തെളിയിക്കാൻ, അതായത് 2018 മനുഷ്യനിർമ്മിത പ്രളയമാണെന്ന് തെളിയിക്കാൻ കോടതിക്ക് മുമ്പാകെ എന്തെങ്കിലും രേഖ കുഴൽനാടൻ ഹാജരാക്കിയിട്ടുണ്ടോ? ഇല്ല. ഈ പ്രളയം ഉണ്ടാക്കി 2 സ്വകാര്യ കമ്പനികളെ സഹായിച്ചു എന്നാണ് അടുത്ത ആരോപണം. അത് തെളിയിക്കാനും എന്തെങ്കിലും രേഖ കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയോ? ഇല്ല. അപ്പോൾ ഈ ആരോപണം ഖുദാഗവ. ഇനി അടുത്ത ആരോപണത്തിന്റെ പശ്ചാത്തലം നോക്കാം. പ്രളയത്തിന്റെ ഭാഗമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. 2019 മെയ് 31 ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങി. ഈ ഉത്തരവിനെതിരെ ചിലർ ഹൈക്കോടതിയെ സമീപിച്ചു. അവരുടെ ആരോപണങ്ങൾ തള്ളി മണൽ നീക്കം അനുവദിച്ചത് കേരള ഹൈക്കോടതി. ആ വിധിയുടെ 8-ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: The KMML and IRE Limited are the only 2 bodies in the area who are licensed by the Atomic Energy Regulatory Body to handle and process atomic minerals. ധാതു മണൽ ഖനനം ചെയ്യാൻ തോട്ടപ്പള്ളി പ്രദേശത്ത് ലൈസൻസ് ഉള്ളത് 2 കമ്പനികൾ. അത് രണ്ടും പൊതുമേഖലാ കമ്പനികൾ. അവർക്ക് ലൈസൻസ് കൊടുത്തത് പിണറായി വിജയനാണോ? അല്ല. അവർക്കല്ലാതെ ആർക്കെങ്കിലും തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ നീക്കം ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ടോ? അതുമില്ല. മണൽ നീക്കാൻ KMMLനും IRELനും അനുമതി കൊടുത്തതിൽ അഴിമതിയോ വഴിവിട്ട സഹായമോ ആരോപിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ കുഴൽനാടന്റെ ഈ ആരോപണത്തിനും പ്രസക്തിയില്ല. ഇനി കുഴൽനാടന്റെ അടുത്ത ആരോപണം എന്തായിരുന്നു? ധാതുമണലിന്റെ മാർക്കറ്റ് വില മനഃപൂർവ്വം പരിഗണിക്കാതെ കുറഞ്ഞ വിലയ്ക്ക് KMMLന് മണൽ നീക്കാൻ സർക്കാർ കരാർ കൊടുത്തു. അതാണ് ആരോപണം.
അല്ല കുഴൽനാട, KMML മാത്രമല്ലല്ലോ അനുമതി കൊടുത്തത്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL കൊടുത്തല്ലോ അനുമതി. പറയുമ്പോൾ അതും പറയണ്ടേ? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡിയുടെ ലൈസൻസ് ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മണൽ നീക്കാൻ അനുമതി നൽകുന്നതിൽ എവിടെയാണ് അഴിമതി? അതും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. അല്ല കുഴൽനാട, ഈ രണ്ട് സ്ഥാപനങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും മണൽ നീക്കത്തിനോ ഖനനത്തിനോ അനുമതി നൽകിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കരാർ ലഭിക്കാനുള്ള അനുമതിയിൽ അഴിമതിക്ക് എവിടെയാണ് പഴുത്? വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരല്ലോ. ഇനി അടുത്ത ആരോപണം എന്താണ്? KMML ഖനനം ചെയ്ത മണൽ CMRL കൈമാറി. അതാണ് കുഴൽനാടന്റെ അടുത്ത ആരോപണം. ശരിയാണോ അത്? അല്ല. KMML ഖനനം ചെയ്ത മണൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE ലിമിറ്റഡിനല്ലാതെ മറ്റാർക്കും കൊടുക്കുന്നില്ല, കൊടുത്തിട്ടുമില്ല. ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് KMML എന്ന പൊതുമേഖലാ സ്ഥാപനം ഒരു തരി മണൽ പോലും വിറ്റിട്ടില്ല. വിറ്റു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖ കുഴൽനാടൻ ഹാജരാക്കിയോ? കുഴൽനാടന്റെ ഹർജിയാണ് സ്ക്രീനിൽ. പേജ് 5, 6, 7 കുറെ രേഖകളുടെ പട്ടിക കൊടുത്തിട്ടുണ്ട്. കർത്തായുടെ കമ്പനിക്ക് KMML ഖനനം ചെയ്ത മണൽ വിറ്റു എന്ന് തെളിയിക്കുന്ന ഒരു രേഖയെങ്കിലും അതിലുണ്ടോ? ഇല്ല. അപ്പോൾ കുഴൽനാടന്റെ ഈ ആരോപണവും പച്ചക്കള്ളം. നടക്കാത്ത വിൽപ്പനയ്ക്ക് രേഖയുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇനി ആരാണ് CMRL മണൽ കൊടുത്തത്? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRE ലിമിറ്റഡ്. അവരെന്തെങ്കിലും സൗജന്യം CMRL നൽകിയിട്ടുണ്ടോ? കുറഞ്ഞ നിരക്ക് അല്ലെങ്കിൽ CMRL ഗുണകരമാകുന്ന തരത്തിൽ നിരക്കിൽ എന്തെങ്കിലും മാറ്റം, കുറവ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടോ? ഇല്ല. എല്ലാം നിയമാനുസൃതം, വ്യവസ്ഥാപിതം. മറിച്ചു തെളിയിക്കാൻ ഒരു കടുകുമണി തെളിവും കുഴൽനാടന്റെ പക്കലില്ല. അതുകൊണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കത്തിലൂടെ CMRL അനർഹമായ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു എന്ന ആരോപണം കോടതിയിൽ 8 നിലയിൽ പൊട്ടി. ഇനി അടുത്ത ആരോപണം. ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിൽ മറ്റൊരു കമ്പനിയുണ്ട്, KREML. ഭൂപരിധിയിൽ ഇളവിനപേക്ഷിച്ച് ആ കമ്പനി 2021 ജൂലൈ 5 മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തു. ഉചിതമായ തീരുമാനമെടുക്കണമെന്ന കുറിപ്പോടെ മുഖ്യമന്ത്രി ഈ അപേക്ഷ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറി. സാധാരണ നടക്കുന്ന ഒരു ഭരണപരമായ നടപടിക്രമം. എന്നാൽ ഇങ്ങനെ ഒരു കുറിപ്പോടെ ഈ അപേക്ഷ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി കൈമാറിയത് അഴിമതിയാണ് എന്നാണ് കുഴൽനാടന്റെ ആരോപണം. ഈ ആരോപണത്തിൽ വസ്തുതയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? കർത്തായുടെ കമ്പനിക്ക് ഭൂപരിധിയിൽ ഇളവ് നൽകണം. എങ്കിലല്ലേ അഴിമതി ആരോപണം നിലനിൽക്കൂ. ഇത്തരം ഇളവുകൾ പാടില്ല എന്നാണ് ഭൂപരിഷ്കരണ നിയമത്തിലെ 81(3) വകുപ്പ്. ശശിധരൻ കർത്തായുടെ അപേക്ഷ പരിഗണിച്ച് ഭൂപരിഷ്കരണ നിയമത്തിലെ വ്യവസ്ഥ ലംഘിച്ച് ആ കമ്പനിക്ക് ഭൂപരിധിയിൽ ഇളവ് അനുവദിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടോ? എങ്കിൽ അഴിമതി ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചോ? ഇല്ല. ഭൂപരിധിയിൽ ഇളവ് വേണമെന്ന ശശിധരൻ കർത്തായുടെ കമ്പനിയുടെ അപേക്ഷ 2023 ഏപ്രിൽ 28 സർക്കാർ നിരസിച്ചു. കർത്തായുടെ ആവശ്യം നടന്നില്ല. എന്ന് വെച്ചാൽ മാത്യു കുഴൽനാടൻ ആരോപിച്ചതുപോലെ എന്തെങ്കിലും വഴിവിട്ട സഹായമോ ഉപകാരമോ ശശിധരൻ കർത്തായ്ക്കോ കർത്തായുടെ കമ്പനിക്കോ പിണറായി വിജയൻ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. അങ്ങനെ ചെയ്തു കൊടുത്തതായി തെളിയിക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടുമില്ല. ശശിധരൻ കർത്തായ്ക്ക് അനുകൂലമായി ഏതെങ്കിലും ഫയലിലോ നോട്ടിലോ സ്വന്തം കൈപ്പട കൊണ്ട് പിണറായി എഴുതിയ ഒരു വരിയെങ്കിലും കോടതിയിലോ പൊതുസമൂഹത്തിന് മുന്നിലോ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഒരു രേഖയും ഒരു തെളിവുമില്ലാതെയാണ് മാത്യു കുഴൽനാടൻ ഇക്കണ്ട അഭ്യാസങ്ങൾ അത്രയും കാട്ടിക്കൂട്ടിയത്. മറ്റാരെങ്കിലുമാണ് ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വിട്ടുകളയാമായിരുന്നു. പേരെടുക്കാനും പബ്ലിസിറ്റി കിട്ടാനും ഒക്കെ ഇത്തരം കേസുകളുമായി ഇറങ്ങുന്ന 100 കണക്കിന് ആളുകളുണ്ട്. അവരുടെ ആരോപണം കോടതി ഭാഷയിലാക്കി കേസ് നടത്തുന്ന വക്കീലന്മാരുമുണ്ട്. കേസ് കൊടുക്കുന്നവന് പബ്ലിസിറ്റി, വക്കീലിന് വക്കീൽ ഫീസ്. പശുവിന്റെ കടിയും കാക്കയുടെ വിശപ്പും ഒരുമിച്ച് മാറുന്ന ഒരു ഉഭയകക്ഷി ധാരണ. പക്ഷെ കുഴൽനാടന്റെ കാര്യം അങ്ങനെയല്ല. ജയിക്കാൻ ആവശ്യമായ ഒരു രേഖയും കയ്യിലില്ലാതെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് കുഴൽനാടൻ കേസ് നടത്തുന്നത്. കീഴ്ക്കോടതിയിൽ തോറ്റ ശേഷം അതേ കേസുമായി ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുന്നു. അവിടെയും ഹാജരാക്കാൻ തന്റെ കയ്യിൽ പുതിയ രേഖകളൊന്നുമില്ല. ഇവിടെ ഈ കക്ഷികളെ കബളിപ്പിക്കുന്ന വക്കീലന്മാരെ കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി സ്വയം കബളിപ്പിക്കുന്ന ഒരു വക്കീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതാ ഇവിടെ അങ്ങനെ ഒരു വക്കീൽ. ഇദ്ദേഹത്തെ കുറിച്ചാണ് KM ഷാജി ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കളിക്കുന്നത് മാത്യുവിനോടാണ്. അയാളുടെ കയ്യിൽ ഒരു വക്കീൽ ആഫീസ് തന്നെ ഉണ്ട്. അയാളുടെ കയ്യില് കോടികളുടെ വരുമാനമുള്ള വക്കീൽ ആഫീസ് ഉണ്ട്. അയാളോടാണ് കളിക്കുന്നത്. ഏതായാലും വക്കീലന്മാർക്കിടയിൽ വേറിട്ടൊരു വ്യക്തിത്വമാണ് സാക്ഷാൽ കുഴൽനാടൻ. എന്തൊക്കെയായാലും സതീശന്റെയും ചെന്നിത്തലയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ മുമ്പിൽ ആളാകാൻ സ്വന്തം കാലിൽ വെടിവെച്ച് രസിക്കുന്ന ഒരു അഭ്യാസം മാത്യു കുഴൽനാടൻ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്യു കുഴൽനാടനെ തന്നെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി UDF ഉയർത്തിക്കാട്ടണം. നുണപ്രചരണത്തിൽ വേറിട്ടൊരു വഴി സ്വന്തമായി വെട്ടിത്തെളിച്ച അഭിഭാഷക പ്രതിഭയ്ക്ക് അതിൽ കുറഞ്ഞ ഒരു ബഹുമതിയും പാകമല്ല. അതുകൊണ്ട് UDF നേതൃത്വം ഇക്കാര്യം പരിഗണിക്കണമെന്ന് വിനയപൂർവ്വം